എന്തായി സർ? എന്താവാനാ, അമ്മയുടെ വാശി എനിക്കറിയില്ലേ. സാറിനോട് അമ്മ മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ സാർ ക്ഷമിക്കണം. വെറുതെ ഇവിടെ നിന്ന് സമയം കളയണ്ട, നമുക്ക് പോവാം സർ. എന്നെ ഒന്ന് പറയാൻ സമ്മതിക്ക് പ്രിയൻ. പ്രിയനെ ആന്റി തിരിച്ച് വീട്ടിലേക്ക് കേട്ടാന്ന് സമ്മതിച്ചു. കേട്ടല്ലോ, എത്രയൊക്കെ വാശി കാണിച്ചാലും മക്കളുടെ കാര്യത്തില് അമ്മമാര് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. അത് മനസ്സിലാക്കാതെ വെറുതെ അമ്മയെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. അമ്മ ആഗ്രഹിച്ചത് സാധിക്കാതെ ഒരിക്കലും പിന്മാറില്ല. സാർ എന്ത് പറഞ്ഞിട്ട് അമ്മയെ സമ്മതിപ്പിച്ചത്? പ്രിയനും തുളസിയും തമ്മിലുള്ള കല്യാണം നടത്തണമെന്നാ അമ്മ പറയുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, അമ്മ ഒരു കാര്യം വിചാരിച്ചാ അത് നടത്തിയെടുത്തിരിക്കും. എന്റെ കല്യാണം നടത്താൻ അമ്മ ഒരുപാട് നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് അതിനെ പറ്റിയ ഒരു അവസരമായിട്ട് കണ്ട് അമ്മ അത് ഉപയോഗിക്കുക. നമുക്ക് പോവാം സർ. പ്രിയൻ ഇങ്ങനെ ദേഷ്യത്തിൽ റിയാക്ട് ചെയ്യില്ലേ? പിന്നെ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണം? വീട്ടിൽ നടന്ന വിഷയവും എന്റെ കല്യാണവും തമ്മിൽ എന്താ ബന്ധം? പാർവതിയും നീയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാ ആന്റിയുടെ സംശയം. ഞാൻ നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ലെന്ന് ആന്റി പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. എങ്കിലും ഒരു ഗുണം ഉണ്ടായില്ല. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണെന്ന് ആന്റിക്ക് വിശ്വാസമില്ല. ദേ പ്രിയൻ, നീ ആന്റിയുടെ കണ്ടീഷൻസിന് ഓക്കെ പറയണം. സർ, എനിക്കറിയാം നീ വേറൊരു പെൺകുട്ടിയാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. പക്ഷേ നീ സമ്മതിക്കുമെന്ന് ആന്റിയോട് പറഞ്ഞിട്ടാ ഞാൻ വരുന്നത്. എന്തിനാ സാർ അങ്ങനെ പറഞ്ഞത്? നിന്റെ വീട്ടിലെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കണം. പ്രിയന്റെ അമ്മ വളരെ വിഷമത്തിലാ. ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല എന്ന് തോന്നുന്നു. ദർശനയും ആകെ ടെൻഷനിലാണ്. വീട്ടില് ആണുങ്ങൾ ആരുമില്ലാതെ അവരെ തനിച്ചാക്കി പോകുന്നത് ശരിയാണെന്ന് പ്രിയന് തോന്നുന്നുണ്ടോ? പ്രിയന്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ചതിക്കുന്നത് പോലെ നിനക്ക് തോന്നുന്നുണ്ടോ? ദേ, അതിനെക്കുറിച്ച് നീ വിഷമിക്കണ്ട. തൽക്കാലം പ്രിയൻ വീട്ടിൽ കയറാനുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. തുളസിയുമായുള്ള കല്യാണ കാര്യം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വന്നെല്ലാ സത്യം തുറന്നു പറഞ്ഞോളാം. പ്രിയൻ പ്രേമിക്കുന്ന പെൺകുട്ടിയുമായിട്ട് തന്നെ നിന്റെ കല്യാണം നടക്കും. അതെന്റെ വാക്കാ. പാർവതി, നോക്കി നിൽക്കാതെ പ്രിയനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത് ഞാൻ... നീ എന്താ പാർവതി ആകെ ഷോക്കായി നിൽക്കുന്നത്? ഓ, പ്രിയൻ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന കാര്യം പാർവതിക്ക് അറിയില്ലായിരുന്നു അല്ലേ? പ്രിയൻ എന്നോട് നേരത്തെ പറഞ്ഞതാ. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. പ്രിയൻ, നീ എന്നെ വിശ്വസിച്ച് കൂടെ വാ. പറയൂ പാർവതി. ചെല്ല പ്രിയൻ ചേട്ടാ. എന്താ പാറു നീ ഇങ്ങനെ പറയുന്നേ? പ്രിയൻ ചേട്ടൻ കൈലാഷ് സാറിനെ വിശ്വസിച്ചാൽ മതി. അദ്ദേഹം വേണ്ടതെല്ലാം ചെയ്യും. അല്ലെങ്കിലും പ്രിയൻ ചേട്ടൻ സമ്മതിച്ചു എന്ന് കരുതി അമ്മ നാളെ തന്നെ കല്യാണം നടത്താനൊന്നും പോകുന്നില്ലല്ലോ. കാലം അമ്മയെ ആശ്വസിപ്പിക്കാനുള്ള വഴി കാണിച്ചു തരും. ബാക്കിയെല്ലാം പിന്നീട് സംസാരിച്ച് തീരുമാനിക്കാം. ഇതെന്നെ ഞാനും പറഞ്ഞത്. പ്രിയം വാ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞ വാ. ഒരാള് വഴക്ക് തീർത്ത് തിരിച്ചു വരുമ്പോ ഇങ്ങനെ മോഹൻ തിരിച്ചു നിന്നാ എങ്ങനെ ശരിയാവുമേ? ചേട്ടനെ അകത്തേക്ക് വിളിക്കേ. ഞാൻ പറഞ്ഞത് സമ്മതിച്ചു എന്ന് അവൻ പറയട്ടെ. ആന്റി പറയുന്നില്ല അനുസരിക്കാവുന്ന പ്രിയ സമ്മതിച്ചിട്ടുണ്ട്. ഇവൻ കല്യാണത്തിന് സമ്മതിച്ചോ? അത് മോൻ പറഞ്ഞാൽ പോരാ, ഇവൻ തന്നെ പറയണം. പ്രിയൻ പറയേ. അമ്മ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം. ഇവനോട് വീട്ടിലേക്ക് കയറിക്കോളാൻ പറയൂ. താങ്ക് യു ആന്റി. ഞാൻ പറഞ്ഞത് കേട്ടതിനും പ്രിയനെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റിയതിനും. എന്നാ ഞാൻ പോട്ടെ. കഴിച്ചിട്ട് പോ മോനെ. ഏയ് വേണ്ട ആന്റി. പ്രിയന്റെ വീട്ടിലെ കാര്യം അറിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നതാ. കമ്പനിയിൽ ഒരുപാട് ജോലി ബാക്കിയുണ്ട്. പ്രിയനെ കമ്പനിയിൽ വീണ്ടും ജോലിക്കെടുത്തത് പ്രിയൻ പറഞ്ഞോ? ഇന്നെന്തായാലും ഇവിടെ തന്നെ നിൽക്കട്ടെ. നാളെ മുതൽ ജോലിക്ക് വന്നാൽ മതി. ആന്റി എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം.
പാർവതിയും പ്രിയനും ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടല്ലേ? ആന്റി, പാർവതിയും പ്രിയനും വെറും ഫ്രണ്ട്സ് മാത്രമാ. എന്നെ വിശ്വസിച്ച് ആന്റി പ്രിയനെ ജോലിക്ക് വിട്ടോളൂ. ഒരു പ്രോബ്ലം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. എന്ന് ഞാൻ വരട്ടെ. ശരി മോനെ. ശരി പ്രിയൻ.